കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഒരു പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കഴിഞ്ഞ മാസം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഉസ്താദ് അവരെ കടബാധ്യത തീർക്കാൻ വേണ്ടി മറ്റൊരു ഉസ്താദിൻ്റെ ഒപ്പം പിരിവിന് വേണ്ടി വന്നൊരു സാഹചര്യം. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇന്ന് മതസംഘടനകളും എല്ലാ മതങ്ങളും തങ്ങളുടെ കരുത്തും തങ്ങളുടെ ശക്തിയുമൊക്കെ കാണിക്കാൻ വേണ്ടി ഒരുപാട് പണങ്ങൾ ചെലവഴിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്കറിയില്ല, ഈ മതങ്ങളും മതസംഘടനകളൊക്കെ ദൈവത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ? ഒരു കാര്യമില്ല. ആർഭാടങ്ങൾ ഇതിനേക്കാളും എത്രയോ വലുതാണ്. വളർന്നു വരുന്ന വലിയ പള്ളിമിനാരങ്ങളെക്കാളും അമ്പലങ്ങളെക്കാളും കുരിശ് സ്തംഭങ്ങളെക്കാളും വലുതാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാവണം ഓരോ മതസംഘടനകളും മതങ്ങളും നിലനിൽക്കേണ്ടത്. അല്ലാതെ വലിയ വലിയ പള്ളികൾ കാണിച്ചോ അമ്പലങ്ങൾ കാണിച്ചോ അതൊക്കെ ശക്തി കാണിക്കാൻ വേണ്ടിയാവരുത്. ദൈവത്തിന് ഇതൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യർക്കാണ്, മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ തീർക്കാനും മറ്റുമായിരിക്കണം മനുഷ്യൻ്റെ മതവിശ്വാസങ്ങളും മറ്റും മുന്നിട്ടിറങ്ങേണ്ടത്. പെട്ടെന്ന് എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വന്നൊരു കാര്യം, പണ്ട് ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുപാട് പണം സ്വരൂപിച്ചു. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ചു. അവസാനം ഹജ്ജിൻ്റെ സമയമായപ്പം അടുത്തുണ്ടായിരുന്ന വീട്ടിലെ ഒരാൾക്ക് വല്ലാത്ത കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞു. ഹജ്ജിന് സ്വരൂപിച്ച് വെച്ച ആ പണം മുഴുവനും അയാൾക്ക് കൊടുത്തു. അന്നൊരിക്കൽ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ഈ വർഷത്തെ ഏറ്റവും നല്ല ഹജ്ജ് ആരുടേതാണെന്ന് ചോദിച്ചപ്പം പ്രവാചകൻ പറഞ്ഞത്, ഹജ്ജിന് പോവാതെ ഹജ്ജിന് വേണ്ടി സ്വരൂപിച്ച ആ പണം ആ പാവപ്പെട്ട ഒരാൾക്ക് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഹജ്ജാണ് എന്നാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു വിശന്നരിഞ്ഞ ഒരു നായ്ക്കുട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരിക്കൽ പോലും നന്മകൾ ചെയ്യാത്ത, ദൈവവിശ്വാസിയല്ലാത്ത, ഒരുപാട് തിന്മകൾ ചെയ്ത ഒരു പാവം സഹോദരി സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഭക്തി വെറും കാട്ടിക്കൂട്ടലുകളെക്കാളും അങ്ങോട്ടുമുള്ള അംഗസംഖ്യ കാണിക്കലേക്കാളും മനുഷ്യരെ പരസ്പരം ചേർത്ത് പിടിക്കുന്നതിലേക്കും അവരോട് കരുണ കാണിക്കുന്നതിലേക്കും അവരുടെ കഷ്ടപ്പാട് നീങ്ങുന്നതിലേക്കും മാറേണ്ട കാലം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, എവിടെ ചെന്ന് കഴിഞ്ഞാലും അതിനുള്ള പിരിവ് ഇതിനുള്ള പിരിവ്. എന്തിനു വേണ്ടിയ പിരിവ്? മനുഷ്യരുടെ ഇതിനു വേണ്ടിയിട്ടല്ല. ഒരു പള്ളിയോ ഒരു അമ്പലമോ ഒരു ചെറിയൊരു മുറ്റമായാലും അതൊക്കെയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രവാചകന്മാരുടെയും മറ്റ് മത ആചാര്യന്മാരുടെയൊക്കെ കാലഘട്ടത്തിലുള്ള ദേവാലയങ്ങൾ എങ്ങനെയായിരുന്നു? ചെറ്റക്കുടിലുകൾ പോലുള്ള കൊച്ചു കൊച്ചു വീടുകളും മറ്റുമായിരുന്നു. അതിൽ വലിയ ആർഭാടങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളാണ് വലിയ ശക്തിയെന്ന് കാട്ടിക്കൂട്ടലുകളോ ഒന്നുമില്ലായിരുന്നു. അവർ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയായിരുന്നു ചെയ്തത്. ആ ചേർത്ത് പിടിക്കലാണ് ഇവിടെ ദൈവവിശ്വാസങ്ങൾ ഇത്രയേറെ വളർത്തിയെടുത്തത്. അല്ലാതെ ഇവിടുത്തെ പള്ളികളും അമ്പലങ്ങളും മറ്റും കണ്ടുകൊണ്ടൊന്നുമല്ല ഇവിടെ ദൈവവിശ്വാസം വളർന്നത്. ദൈവവിശ്വാസി മനുഷ്യരിലേക്ക് കാരുണ്യമായി ചെയ്തിറങ്ങിയപ്പം അത് മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കുകയും അത് വളർന്ന് വന്നിരിക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും കാഴ്ചപ്പാടുകൾ മാറേണ്ട സമയം വർദ്ധിച്ചിരിക്കുകയാണ്. മനുഷ്യർക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. മനുഷ്യർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കടങ്ങളില്ലാത്ത ഒരു മനുഷ്യനെ പോലും കണ്ടുവിട്ട വളരെ പ്രയാസമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ വലിയ ബിൽഡിങ്ങുകളും ഭക്തി കാട്ടിക്കൂട്ടലുകളും സമ്മേളനങ്ങളും പോസ്റ്ററുകളും കട്ടൗട്ടുകളും മുട്ടിക്കുന്നതിനേക്കാൾ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഓരോ മതങ്ങൾക്കും ഓരോ മതസംഘടനകൾക്കും ഓരോ ഗ്രൂപ്പുകൾക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏതായാലും ആ നഷ്ടപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ മനസ്സിനെ താൻ മനുഷ്യനാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ, യുക്തമായ മനസ്സ് ഓഫാവുന്നൊരു സാഹചര്യത്തിൽ, അത്രയേറെ കഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജീവൻ സ്വയം നശിപ്പിക്കേണ്ടി വന്ന ആ സഹോദരൻ ഒരു തെറ്റുകാരനാണെന്ന് ഞാൻ പറയില്ല. കാരണം അത് ആ ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. അതാർക്കും സംഭവിക്കാവുന്നതുമാണ്. അത്തരം സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഓരോ മതപ്രസ്ഥാനങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ബൈ.